Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ വെജിറ്റേറിയൻ ചെയ്യുന്നില്ല, ഇറച്ചിയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വടക്കൻ മീൻകറിയാണ്. ഇനി നമുക്ക് അതിന് വേണ്ടി ചേരുവകൾ എന്നാന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ച് നെമ്മീനാണ് മേടിച്ചേക്കുന്നത്, 1 കിലോയുടെ കണക്കാണ്. പിന്നെ ഇച്ചിരി മല്ലി, ഇതൊരു 100 ഗ്രാം. പിന്നെ കുറച്ച് വറ്റൽമുളക്, ഇത് 50 ഗ്രാം ഉണ്ടാവും. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ചെറിയ ഉള്ളിയാണ് ഇതിന് എടുക്കുന്നത്, മറ്റേ വലിയ ഉള്ളി എടുക്കുകയില്ല, 1 ബൗള്. പിന്നെ എരിവ് അനുസരിച്ച് മുളക് എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ പച്ചമുളക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയേക്കണം. ഇതിപ്പോൾ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ആന്നേൽ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ആണെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളി. പിന്നെ കുരുമുളക് ആന്നേലും ഈ പറഞ്ഞ കൂട്ട് പച്ചമുളക് എടുക്കുന്ന കൂട്ട് പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവും ആന്നു ഇതിനകത്ത്. പിന്നെ വറ്റൽമുളക് കൊണ്ട് അതൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തേച്ചേ ഇത് എടുക്കാവുള്ളൂ. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇടുവാണെങ്കിൽ ഒരു 10 മണി കുരുമുളകേ ഇടത്തുള്ളൂ, അത് കൂടുതൽ വേണ്ട. പിന്നെ ഇച്ചിരി ഉള്ളി അരിഞ്ഞു വെച്ചേക്കും, അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു തുള്ളി എണ്ണ ഒഴിച്ചേച്ച് കടുക് വറുക്കാനാണ്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇതൊരു ടിപ്പാന്നേ, ഇത് ഇച്ചിരി പൊന്നിയരിയാണ്. ഇത് 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉണ്ടാവും ഓൾമോസ്റ്റ്. ഇത് നമ്മൾ ഈ മല്ലിയും മുളകും ഒക്കെ വറക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് വറുത്താൽ അതെല്ലാം ഏതായാലും ഇറച്ചിക്കറിക്കാന്നേലും നമ്മൾ മല്ലിയും മുളകും ഒക്കെ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവും. അതായത് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് കുറച്ചുകൂടെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമുള്ള ഒരു അരിയാണ്. അതന്നേരം അതെടുത്തിട്ട് ഇച്ചിരി ഒന്ന് വറുത്ത് അരയ്ക്കുവാന്നേൽ കറിക്ക് ഇച്ചിരി ഒരു കൊഴുപ്പ് കിട്ടും. പിന്നെ ആന്നേൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഞാൻ ഒരു നുള്ള എടുത്തേക്കുന്നത്, ആ മീനിൻ്റെ അളവ് അനുസരിച്ച് എടുത്തോണേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. ഇതിനകത്ത് കുടംപുളിയല്ല കേട്ടോ, ഇതിനകത്ത് ആന്നേൽ ഇച്ചിരി പിഴിപുളിയാണ് വേണ്ടേ. പിന്നെ എണ്ണ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇച്ചിരി കട്ടി തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. 1 തേങ്ങയുടെ തന്നെ എടുത്തു. പക്ഷെ ഞാൻ ഈ കണക്ക് പറയുന്നത് എന്നാന്നോ, ഒരു കാര്യം പറയാവേ, നമ്മൾ ആ മീനിൻ്റെ അളവ് നോക്കിക്കോണം. ഇനിയിപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്ന 1 കിലോ മീനിൻ്റെ അളവാണ്, അതെല്ലാം ഇച്ചിരി കുറവാന്നേലും കൂടുതലാന്നേലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. പിന്നെ ഒരു കാര്യവും കൂടെ, ഇതിപ്പോൾ 100 ഗ്രാം മല്ലി മുളക് ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇത് ചിലപ്പോൾ നമ്മൾ അരച്ച് വരുമ്പോഴത്തേന് ഇച്ചിരി പേസ്റ്റ് കൂടുതലായിരിക്കുവേ, അന്നേരം അത് തന്നെ അതിനകത്തോട്ട് ഇടണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ കൂട്ട് അരച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ചേർത്ത് നോക്കിയാൽ മതി എത്ര വേണം എന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ ആ പേസ്റ്റും ചേർക്കാവുള്ളൂ. അല്ലാതെ ആദ്യമേ എല്ലാം കൂടെ ചേർത്തേച്ച് മീൻ കുളമായി പോയെന്ന് പറഞ്ഞേച്ച് കാര്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ചേർത്തേച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഈ മീൻകറി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്നാ പറയുന്നത്, ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം ചതയ്ക്കണേ. അന്നേരം അരകല്ലേലാന്നേൽ കുറച്ചുകൂടി എളുപ്പമാണ്. കാര്യം എന്നാൽ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ വെക്കാവേ. മറ്റേ ഇടികല്ലേലാണെങ്കിൽ ഒക്കിയല്ല, ഇച്ചിരി ആക്കി വെച്ചേ നമുക്ക് ഇടാനൊക്കത്തുള്ളൂ. എന്നതായാലും ഈ പറഞ്ഞ സാധനം, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചതയ്ക്കണം. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇപ്പം അരകല്ലില്ല, ഇടികല്ലേ ഉള്ളൂ. അന്നേരം അതിലോട്ട് ഇട്ടേച്ച് ഞാനൊന്ന് ചതയ്ക്കാവേ. ആദ്യം ഇച്ചിരി ചെറിയ ഉള്ളിയാ, ചതച്ച് കഴിഞ്ഞേച്ച് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇതിനകത്തോട്ടിട്ട് ചതയ്ക്കാം. അതല്ല ഈ പറഞ്ഞ കൂട്ട് എന്നാ ഇച്ചിരി ചതച്ച് നമ്മൾ മിക്സിനകത്ത് വെച്ചേക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് കറി ഉണ്ടാക്കി നോക്കണ്ടേ, അന്നേരം ഒരു ഇച്ചിരി രുചി വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അറിയില്ല. പക്ഷെ എന്നാലും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ചുവ വരും കേട്ടോ. ഇതും നമ്മുടെ അമ്മമാർ പറഞ്ഞ കൂട്ടെ ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തരക്കേടൊന്നും ഇല്ലല്ലോ. ചെറിയ ഉള്ളിയായി,
വെളുത്തുള്ളിയായി, ഇഞ്ചിയായി. ഇനി അടുത്ത ഒരു കഷ്ണം ഇഞ്ചി മതി. ഇനിയാന്നു ഇച്ചിരി എരിവുള്ളത് 2 പച്ചമുളക് എടുത്തേച്ച് അതും ചതയ്ക്കണം. ഇനിയാന്നു ഇച്ചിരി ഒരു എന്നാ പറയുന്ന ഒരു പ്രയാസപ്പെട്ട പണി എന്നാന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചതച്ചേക്കുക. അതൊരു ഇച്ചിരി എരിവുള്ള കാര്യമല്ലയോ, അന്നേരം പിന്നെ നമ്മുടെ കൈയൊക്കെ ഇച്ചിരി ഒന്ന് നീറുവേ. എന്നാന്ന് വെച്ചാൽ ചെയ്യേണ്ട പരിപാടി എന്നാന്നോ, ഈ മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് കുറച്ച് ഇട്ടേച്ചാൽ മതി. അതായത് മീനെ പിടിക്കാൻ വേണ്ടി മാത്രമാണേ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് നല്ലതായിട്ട് ഒന്ന് തിരുമണം. അതായത് നമ്മുടെ ആ ഉള്ളിയൊക്കെ ചതച്ചേക്കുമല്ലേ, അന്നേരം അതിൻ്റെ ഓരോ പെറ്റൽസായിട്ട് അതിങ്ങനെ വരണം. അതേ കൂട്ട് നല്ലതായിട്ട് ഈ തിരുമ്മി തേക്കണം. ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇപ്പം ഇങ്ങനെ നല്ലോണം തിരുമ്മി ആ എല്ലാം അതിനകത്തോട്ട് അങ്ങ് പിടിപ്പിച്ചാലേ പിന്നെ മീനിട്ടേച്ച് നമുക്കിത് ഇങ്ങനെ ചെയ്യാനൊക്കത്തില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം അങ്ങ് നല്ലതായിട്ട് തിരുമണം ഉള്ളിയേല്. ഇതിന് കഴിഞ്ഞേച്ച് ഈ സമയത്താണ് നമ്മൾ പച്ചമുളക് ഇച്ചിരി ഇട്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേന് നമ്മുടെ കൈ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കൊന്ന് നീറുവേ. ആ നീറ്റിൽ അങ്ങോട്ട് പോകാൻ എന്നാ ചെയ്യണമെന്ന് അമ്മയൊക്കെ പറഞ്ഞു തന്നേക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്താൽ മതി എന്നാ പറയുന്നേ. ഇനി ഈ മീൻ മുഴുവനും ഇതിനകത്തോട്ട് അങ്ങ് ഇടണം. മീന് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് ഈ മീനിട്ട് തേക്കുവല്ലേ, അന്നേരം ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് തിരുമല്ലേ, അന്നേരം മീൻ അന്നേരം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഈ എന്നാ പറയുന്ന കറി കഷ്ണമായിട്ട് ഇച്ചിരി മുഴുത്തതായിട്ട് അരിഞ്ഞോ, അന്നേരം ഇതിങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് എളുപ്പം. പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാവേ. അതായത് എരിവ് വേണ്ടിയവർക്ക് അതനുസരിച്ച് കൂട്ടിയേച്ചാൽ മതി. ഇനി കുറച്ച് കഴിഞ്ഞേച്ച് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തേക്കാം. എല്ലാവരും ഉണ്ടല്ലോ ഭയങ്കര നീറ്റിലാന്നേ. ഇനിയാന്നു നമ്മൾ പുളി അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ചേക്കുമല്ലേ, അത് എത്ര പുളിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് തക്കാളി ഒന്നും ചേർക്കുകയില്ല. അന്നേരം നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള പുളി ചേർത്തോണം. ഉപ്പും പുളിയും എരിവും ഒക്കെ ഇച്ചിരി കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കണക്കാക്കിക്കോണേ. അല്ലെങ്കിൽ ആദ്യം ഇച്ചിരി നമ്മൾ എപ്പോഴും ചെയ്യുന്ന കൂട് തന്നെ ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചേച്ചും പിന്നെ മീനൊക്കെ വെന്ത് അതൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേന് ഇച്ചിരി കൂടുതൽ ചേർത്തു. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇച്ചിരി പുളിവെള്ളം മാത്രമല്ലേ ചേർത്തേക്കുന്നേ. ഇത് പോരാതെ നമുക്ക് ചാറായിട്ട് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ അതിനകത്തോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് മീൻ അങ്ങോട്ട് വേവിക്കണേ. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഇച്ചിരി മീനേന്ന് തന്നെ ഒരു എണ്ണം പറയാം, ഒരു തുള്ളി വെള്ളമൊക്കെ ഇറങ്ങുന്നു. വിറച്ചിയോളം ഇറങ്ങുകയില്ല, എന്നാലും ഒരു ഇച്ചിരി ഇറങ്ങും. എന്നാലും നമുക്ക് ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി ഒന്നും വേണ്ട, കുറേശ്ശെ എന്നേച്ച് ഇതിവിടെ ഇരുന്ന് വേവട്ടെ. വേവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഒരു മുക്കാലോളം വേവിക്കണം ഇത്. അന്നേച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടെ എന്നാന്ന് വെച്ചാൽ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്ന കൂട്ട് മല്ലിയും മുളകും കുരുമുളകും അരിയും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് വറക്കണം. അത് അടുത്തൊന്നും ചെയ്യാവേ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലി, കുറച്ച് വറ്റൽമുളക്, മീനിൻ്റെ അളവ് അനുസരിച്ച് വേണേ അത് ചേർക്കാൻ. ഇതിപ്പോൾ കാശ്മീരി മുളകല്ല, അന്നേരം പിന്നെ ഞാനൊരു കുറച്ചേ ചേർക്കത്തുള്ളൂ. കാര്യം വെച്ചാൽ ഇച്ചിരി എരിവ് കൂടുകയല്ലേ. പിന്നെ അന്നേരം കുറച്ച് കുരുമുളക്, പിന്നെ
പിന്നെ അന്നേരം 1 ടീസ്പൂൺ പൊന്നിയരിയാന്നേ അതുകൂടെ ഇട്ട് ഇതിനെ ഒന്ന് മൂപ്പിക്കണം. അതായത് മൂപ്പിക്കാന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽമുളക് ഒരു ഇച്ചിരി എന്നാ പറയുന്നത് അത് നമ്മൾ ചുട്ടെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇച്ചിരി ബ്ലാക്ക് ആവും. മറ്റേ മല്ലി അന്നേരം ഒരുപാട് നമ്മൾ അങ്ങോട്ട് എന്നാ പറയുക ബ്രൗൺ ആക്കി അങ്ങ് എടുക്കല്ല, എന്നാ പറയുക കരിഞ്ഞ പോലെ ഒന്നും ആവല്ലേ, ഒരു ഗോൾഡൻ ബ്രൗൺ. പക്ഷെ നമ്മുടെ മീൻകറി എന്ന് പറയുന്നത് യെല്ലോ കളറോ ഓറഞ്ച് കളറോ ഒന്നുമല്ല, ഏതാണ്ട് നമ്മൾ ഈ വറുത്തരച്ച് എടുക്കുകയല്ലേ മീൻ എന്ന് പറഞ്ഞ കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ. നമ്മുടെ ഞാൻ വറക്കാൻ ഇട്ടില്ലായോ പിന്നെ വറ്റൽമുളക്, മല്ലി, കുരുമുളക്, അരി എല്ലാം കൂടി ഇട്ടില്ലേ, അതിന് ഞാനൊരു പരുവാക്കി എന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോവും. പക്ഷേ അത് ഇച്ചിരി ബ്രൗൺ ആക്കിയിട്ടുണ്ട്. വേണ്ടേ നോക്കിയേ, ഒത്തിരി അങ്ങോട്ട് കറുത്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ വറ്റൽമുളകൊക്കെ ആണെങ്കിലും സൈഡിൽ ഒരു ഇച്ചിരി മുരിഞ്ഞു വന്ന കൂട്ട് തന്നെ ഇല്ലേ. ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഒന്ന് ചൂടാറുമ്പോഴത്തേന് ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവാന്നേ. അതായത് ഇതിനൊരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ചീനച്ചട്ടി ബേസിക്കലി നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുമായിരിക്കും. അതായത് ഇത് മൂത്തങ്ങ് വരുമ്പോഴത്തേന് ചീനച്ചട്ടി അങ്ങ് ഓഫ് ചെയ്യോ, അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ മൂപ്പിച്ചേച്ച് ഇതൊരു പാത്രത്തിനകത്തോട്ട് തട്ടിയേക്കണേ. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് വെച്ചാൽ ചീനച്ചട്ടി ബേസിക്കലി ഇച്ചിരി ഒന്ന് ചൂടായിരിക്കുന്നതുകൊണ്ട് അത് ഇച്ചിരി കൂടി ഇരുന്ന് ആ ചട്ടിയെ തന്നെ ഇരുന്ന് ഇച്ചിരി കൂടി അങ്ങ് മൂക്കുവേ, അന്നേരം നമ്മുടെ ആ പരുവ് അങ്ങ് തെറ്റിപ്പോവും. അതുകൊണ്ട് പറ്റിയല്ല. ഒന്നേലും നല്ലതായിട്ട് മൂത്ത് വരാറാകുമ്പോഴത്തേനും അങ്ങ് തീ ഓഫ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മൂത്ത് കഴിഞ്ഞേച്ച് പാത്രത്തിലോട്ട് മാറ്റണം. ഇപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇതാ ചൂട് ചീനച്ചട്ടി തന്നെ ഇരിക്കുമല്ലേ, അന്നേരം ഇച്ചിരി കൂടി അതൊന്ന് മൂത്ത് കിട്ടും. ഇതൊന്ന് ഇച്ചിരി അറിയതിന് ശേഷം അതിനെ ഒന്ന് ഇച്ചിരി പൊടിച്ചേച്ച് നല്ലതായിട്ട് ഏറ്റവും കൂടുതൽ നല്ല പേസ്റ്റ് പരുവത്തിന് ഇതിനെ അരച്ചെടുക്കണം. അതാ വേണ്ടിയേ. ഇപ്പോൾ കൊണ്ടിട്ട് മിക്സിയിൽ അരച്ചാൽ ഒക്കിയേല, അതിച്ചിരി ചൂടല്ലേ അന്നേരം. പക്ഷേ ഈ ചൂടോടെ മിക്സിയിൽ പൊടിക്കാൻ നോക്കും, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴേ അരച്ച് നല്ല പേസ്റ്റ് ആക്കണം. അതാ പരുവേ. ഇതിപ്പോൾ ഓഫ് ചെയ്തു. പിന്നെ നമ്മുടെ മീനാന്നേലും അതേണ്ടേ മുക്കാലോളം അത് വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതും ഓഫ് ചെയ്യുക. ഇനി ഞാൻ പോയിട്ട് മിക്സി എടുത്തുകൊണ്ട് വരാം. ആദ്യം നമുക്ക് പൊടിക്കണം. പൊടിച്ചതിന് ശേഷം ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് അതിനെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. സത്യം പറഞ്ഞാൽ മല്ലി മുളകും ഒന്നും പാനയിലിട്ടൊന്നും അല്ല വറക്കണ്ടേ, നല്ല ചീനച്ചട്ടിയിലിട്ടേച്ചാ വറക്കണ്ടേ. അന്നാന്നല്ലേ നമുക്ക് ആ പരുവ ഒക്കത്തുള്ളേ. ഇത് പക്ഷെ ഞാൻ ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. ചൂട് ചീനച്ചട്ടി പാൻ ആയതുകൊണ്ട് അത് ഇച്ചിരിയും കൂടി ഒന്ന് ഇരുന്ന് മൂക്കും. പിന്നെ നമ്മൾ ഈ പൊടിക്ക് വന്നേൽ നമ്മൾ മിക്സിയിൽ ഇടുവാണേലും ടെൻഷനൊന്നുമില്ല. കാര്യം എന്നാ വെച്ചാൽ ഇത് തെറിച്ച് പോരുവേല, ഇച്ചിരി പൊടിയത്തേ ഉള്ളൂ. പൊടിഞ്ഞ് കഴിഞ്ഞ് ഫുൾ പൊടിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളേ. ഇത് നല്ല നല്ല പൗഡർ പോലെ ഇത് അരഞ്ഞിട്ടുണ്ട്. അന്നേച്ച് ഇനിയാന്നും നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് അതിനെ പേസ്റ്റ് പരുവത്തിനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഓക്കെ, ഇനിയാന്നു അടുത്ത പരിപാടി. എന്നാന്നറിയാവോ, നമ്മൾ ഇനി ഒരു തുള്ളി പോലും എണ്ണ ഒഴിക്കുകയില്ല. അന്നേച്ച് നമ്മൾ മീൻകറി വെക്കാൻ പോകുന്നേ. ആദ്യം നമ്മൾ ചട്ടി വെച്ചേച്ച് ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ അരപ്പരച്ചേക്കുന്നത്, എന്നാലും വേണ്ടിയല്ല, അതവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ഇതിനകത്തോട്ട് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില്ലയോ അതങ്ങോട്ട് എടുത്തേച്ച് നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിക്കണം. കട്ടി തേങ്ങാപ്പാലും മസ്റ്റാന്നു ഇതിന്. അന്നേച്ചും ഈ തേങ്ങാപ്പാലിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റില്ലേ ആവശ്യത്തിന്, അതായത് ഇത്രയും നമ്മൾ 1 കിലോ മീനാണ് എടുത്തേക്കുന്നത്, എരിവ് ഒക്കെ നോക്കിയും കണ്ടേച്ചും ഇതിനകത്തോട്ട് ചേർക്കാവുള്ളൂ. അരച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആക്കണ്ട. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റ് ചേർക്കണം.
മീൻകറി വെക്കുവാന്നേലും ഒരു ഇച്ചിരി നേരം എടുക്കുവേ. കാര്യം എന്നാന്നറിയാവോ, ഇനി ഈ തേങ്ങാപ്പാല് നല്ലോണം ഒന്ന് വറ്റി ഇതിനകത്ത് നിന്ന് എണ്ണ തെളിയുമ്പോഴാ ഈ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പ് മുരിയേണ്ടത്. അന്നേരം എത്ര നേരം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി നേരം വരുന്നത്. പക്ഷേ ഇത് നല്ല 1ാം ക്ലാസ് മീൻകറി ആട്ടോ. ഒരു ഇച്ചിരി മെനക്കെടാവെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത്, ഇച്ചിരി നല്ല സ്വാദോടെ കഴിക്കാം. ഇതൊന്നും നമ്മൾ അധികം വീട്ടിലുണ്ടാക്കുകയല്ലോ. ഇങ്ങനെയൊക്കെ മെനക്കിടുന്നതിനാ ഇതിനൊരു വടക്കൻ മീൻകറി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഉഴപ്പാനും നോക്കിയേല. വേണേൽ ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടു, അതുമായിട്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പം ഈ സമയത്ത് നമ്മൾ ഈ അരപ്പ് ചേർത്തു, തേങ്ങാപ്പാലിനകത്തോട്ട് ചേർത്തു. പക്ഷേ ഈ സമയത്ത് നമുക്ക് വരുന്ന മണം എന്നാണെന്നറിയോ, നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഒരു വറുത്തരച്ച് തീയലോ അല്ലെങ്കിൽ ഒരു കൊഞ്ചു തീയലോ ഒക്കെ വെക്കുമ്പോഴത്തേനും ഉണ്ടാവുന്ന മണമാണ്. പക്ഷേ ഈ അരപ്പ് മുഴുവനും ആ തേങ്ങാപ്പാലെ കിടന്ന് വെന്ത് ആ തേങ്ങാപ്പാൽ മുഴുവൻ വറ്റിയേച്ച് ആ എണ്ണ തെളിയണം. അതാന്നു ഇതിൻ്റെ പരുവം. ഇടയിലൊന്നും മീൻ എടുത്ത് ചേർത്തേക്കരുത്. ഈ പറഞ്ഞ കൂട്ട് ഈ തേങ്ങാപ്പാൽ ഫുൾ വറ്റണം. പ്രത്യേകം ശ്രദ്ധിച്ചോണം. തേങ്ങാപ്പാൽ ഫുൾ വറ്റിയേച്ച് നമ്മുടെ അരപ്പ് മാത്രമാവും. അന്നേരം മാത്രമേ ഈ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മീൻ ചേർക്കാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ മീനിനകത്ത് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് വേണം നമ്മൾ മീൻ വേവിക്കാൻ നേരത്തെ വെള്ളം ചേർക്കേണ്ടത്. നമ്മൾ ഒഴിച്ചേക്കുന്ന തേങ്ങാപ്പാൽ മുഴുവൻ വറ്റി ആ അരപ്പ് മാത്രമായേ, ഞാൻ ചേർത്തേക്കുന്ന അരപ്പ് മാത്രമായി എന്നേച്ചിപ്പോൾ നോക്കിയാലറിയാം ആ തേങ്ങ പാലിൽ നിന്നും ഇറങ്ങിയ എണ്ണ ഇതിൻ്റെ മേളിലുണ്ട്. നോക്കിയാലറിയാം. ഈ സമയമാകുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ അരപ്പും കൂടി ഒരു ഇച്ചിരി വേവും. അല്ലെങ്കിൽ നമ്മൾ മൂപ്പിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. അല്ലെങ്കിലും ഇതിനകത്ത് കിടന്ന് ഇച്ചിരി ആ തേങ്ങാപ്പാലയിൽ വേവുമ്പോഴത്തേനുണ്ടല്ലോ ഇച്ചിരി കൂടി രുചിയാ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ മീനില്ലേ, അതിനകത്തോട്ട് അങ്ങ് ചേർക്കണം. അതൊരു ഇച്ചിരി സാവധാനത്തിൽ ചേർത്ത് വെച്ചാൽ മതിയേ. മീൻ ഇച്ചിരി പൊടിയും അന്നേച്ചാൽ ഇത് നമ്മൾ ഒന്ന് വേവിച്ച് വെച്ചേക്കുന്ന മീനായതുകൊണ്ട് ഒരു സ്പൂണിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കണം. അതായത് മീനയിൽ ഇനി ഒന്ന് ഇച്ചിരി അരപ്പ് പിടിക്കണ്ടായോ. ഒരറ്റത്തീന്ന് ഇളക്കി നമ്മുടെ മീനെ മുഴുവൻ ഒന്ന് അരപ്പ് പിടിക്കണം. ഏകദേശം ഇതിനെ മുക്കാലെ വേവിച്ചിട്ടുള്ളൂ. ഇനി അതിന് ഒരു ഇച്ചിരി എന്നാ പറയുന്ന ഒത്തിരി വേവൊന്നുമില്ല മീനിന്. എന്നാന്ന് വെച്ചാൽ ആ നമ്മുടെ അരപ്പില്ലേ, അരപ്പും നമ്മൾ ചേർത്തേക്കുന്ന ആ വെള്ളവും എല്ലാം കൂടി ഒന്ന് ആ മീനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നേരം അടച്ചിട്ട് വെച്ചാൽ മതി. ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി നേരം. ആ ഇച്ചിരി നേരം അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു 1ാം ക്ലാസ് മീൻകറി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല രുചിയാണ്. ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ 1-2 കറിവേപ്പില ആരും കാണാതെ ഇട്ട് കൊടുക്കണം. എന്നാന്ന് വെച്ചാൽ മീനയിൽ ഒന്നുകൂടെ ഒന്ന് പിടിക്കണ്ട. മീനയിൽ ഇട്ടില്ലല്ലോ, നമ്മൾ അരപ്പേ മാത്രമേ ഇട്ടല്ലേ ഉള്ളൂ. അന്നേരം എപ്പോഴും ഉണ്ടല്ലോ ചെറിയ തീയെ വെച്ചാൽ മതി. ഇന്ന് നമ്മുടെ ഈ സ്പെഷ്യൽ മീൻകറി കഴിക്കാൻ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കിയാണ്. അദ്ദേഹം വരുമ്പോൾ ഇന്ന് നമ്മുടെ കിച്ചണിനകത്തെ ഒരു ഇച്ചിരി നേരം നമുക്ക് എന്നാ പറയുന്നത് ചിരിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ അറിയാവേ. ബേസിക്കലി നമുക്കറിയാം അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ബേസിക്കലി കൊമേഡിയൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്യുന്നത്. എന്നാൽ പോരല്ലോ, നമ്മുടെ അടുക്കളയിൽ വരുമ്പോഴത്തേനും ഇച്ചിരി കളിയും തമാശയും ഒക്കെ ഇല്ലല്ലേ എന്നാ കാര്യം അല്ലേ. നമ്മുടെ ഒരു വടക്കൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പത്തിരിയാന്നു. ഇതിൻ്റെ കൂടെ നെയ്പത്തിരിയാന്നു ഏറ്റവും സ്വാദെന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം പോയേച്ചാന്നേലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചോറ് തന്നെയാട്ടോ ഏറ്റവും ഇഷ്ടം. ഇത് ചപ്പാത്തിക്കാന്നേലും കപ്പയ്ക്കാന്നേലും ഒക്കെ കഴിക്കാവുന്നേ ഉള്ളൂ. അയ്യോ നമസ്തേ ചേട്ടാ. നമസ്തേ. വരണം. ആ സുഖമായിട്ടിരിക്കുന്നു.
ചേട്ടാ കാര്യം ചേച്ചി. അയ്യോ ചേട്ടാ ഞാൻ വിശേഷങ്ങൾ ചോദിച്ചോട്ടെ. അല്ല ഉണ്ടാക്കി വെച്ചപ്പോ കഴിച്ചേക്കാം. ആ സന്തോഷമുള്ളൂ എനിക്ക് അങ്ങനെ കഴിക്കാൻ. അതിന് ചേട്ടന് ഞാൻ സമയം തരാം. അവിടെ നമുക്ക് ഇരുന്ന് സാവധാനത്തിൽ വർത്താനമൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനമൊക്കെ ചോദിച്ച് ഞാൻ വിളമ്പി തരാൻ ചേട്ടൻ. ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞെന്നറിയോ, നമ്മള് ഇത് ഈ ഷോ കാണാറുണ്ട്. ഈ ഷോ ഇടയ്ക്ക് കാണാറുണ്ട്. ഒത്തിരി കുക്കറി ഷോ നടക്കുന്നുണ്ട് പലതിലും. ഈ ഷോ കാണാറുണ്ട്. കാര്യം വെച്ചാൽ നമ്മുടെ സഹപ്രവർത്തകരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു ഷോയാണ്. അപ്പോൾ അതുകൊണ്ട് വന്നത് തീറ്റയൊക്കെ തിന്നുന്ന ആൾക്കാരുണ്ട് ഞാൻ കണ്ട ഷോയിലൊക്കെ. അതുകൊണ്ട് വന്നപ്പോ റെഡിയാണ്. ചേട്ടാ എനിക്ക് ആ ഒരു എന്നാ പറയാ ആ ഒരു അപ്രോച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത്രയും സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ഒരാളുടെ അടുക്കളയിലോട്ട് വരുന്ന കൂട്ട് തന്നെയാ ചേട്ടൻ വന്നത്. അങ്ങോട്ട് ഇരുന്നാലോ? പിന്നെ ഇരുന്ന് ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോ. അല്ല ഇത് ഞാൻ എടുത്തോണ്ട് പോരാ. പിന്നെ വേറെ ആളെടുത്തോണ്ടൊന്നും പറഞ്ഞില്ല. ഏതായാലും എനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി. എന്റെ ചേട്ടാ സ്പൂൺ ഇല്ലാതെ എങ്ങനെയാ പറയാൻ തുടങ്ങുമായിരുന്നു. സ്പൂണും ഈ ഫോർക്കും ഒക്കെ വേണം അത്യാവശ്യം. പ്ലേറ്റിലോട്ടൊന്ന് വിളമ്പാനായിട്ട് മാത്രം കൈ ഉപയോഗിച്ചൊന്നും നമ്മള് അത് വേണ്ട അല്ലേ. കൈയിട്ട് കഴിക്കുന്ന സുഖം കിട്ടുകയല്ലേ. ആ സത്യവാ ചേട്ടാ എനിക്കും ഇഷ്ടമല്ല ഫോർമാലിറ്റി ആയിട്ട് കഴിക്കുന്നു തോന്നുവേ. ചേട്ടാ എന്തായാലും നമ്മൾ ഇടുക്കി വിശേഷം കേട്ടോ. എന്നാ അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭക്ഷണ കാര്യം പൊതുവെ ഇടുക്കി മാത്രമല്ല ഇവിടെ ഈ കോട്ടയം തൊട്ടങ്ങ് തുടങ്ങിയാൽ അതിന് കോട്ടയല്ലേ. പിന്നെ കോട്ടയം, പാല, ഇടുക്കി, പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളിലെ മീൻകറി ശ്രദ്ധിച്ചിട്ടുണ്ട്. മീൻകറി പിന്നെ കോട്ടയം, പാലയും നല്ലോണം അറിയാം. പക്ഷെ പത്തനംതിട്ട ആ ഭാഗത്തും ഞങ്ങളുടെ ഭാഗത്തുമൊക്കെ കിട്ടുന്ന മീൻകറി അസല് മീൻകറി ആയിരിക്കും. ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയാലും വീട്ടിൽ നിന്ന് കിട്ടിയാലും എവിടെ നിന്ന് കിട്ടിയാലും മീൻകറി, ഇറച്ചിക്കറി, എല്ലാ കറികളും, പുഴുക്ക്, എല്ലാ പുഴുക്കളും ചക്കയാണെങ്കിലും കപ്പയാണെങ്കിലും ഒക്കെ പുഴുക്ക്. അതായത് ചുമ്മാ ഈ കഷ്ണം മാറി മാറി കിടക്കുമല്ല, നല്ല ഉടഞ്ഞ കപ്പ പുഴുക്കായിരിക്കും. നല്ല കുഴഞ്ഞ കപ്പ പുഴുങ്ങിയതെന്ന് പറയുന്നതും കപ്പ വേവിച്ചതെന്ന് പറയുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. കപ്പ പുഴുക്കെന്ന് പറഞ്ഞാൽ തിന്നാൻ തോന്നും. പെട്ടെന്ന് പുഴുക്കെന്ന് പറയുമ്പോൾ ഈ എന്നാ വായിൽ വെള്ളം ഊറുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മളും പറയാറില്ലേ ഭക്ഷണം കഴിച്ചോണ്ട് വായിൽ നിന്ന് വെള്ളം ഊറിപ്പോയിട്ടോ എന്ന് പറയും. വായിൽ നിന്ന് വെള്ളം ഊറുക, കൊതി വരിക എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ വായിൽ നിന്ന് വെള്ളം ഊറുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വല്ലവരും ഒക്കെ വെച്ച് തന്നെ എനിക്ക് ആ മണമൊക്കെ വരുമ്പോ വരും. ഞാൻ തന്നെത്താനെ വെക്കുവാന്നേലും ഞാൻ ഇപ്പൊ ഇത് ആഹാരം വെക്കുന്നില്ല, ഒന്നും വെക്കുന്നില്ല. ഇവിടെ എല്ലാവരുടെയും വായിലും വെള്ളം ഊറിക്കട്ടെ. അതായത് പറയുന്നത് പോലെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ വാളംപുളി എന്ന് പറയുന്ന സാധനം അതിന്റെ തിരി സഹിതം നീളത്തിൽ ഇങ്ങനെ തോടോടുകൂടി കിട്ടും. ആ പുളിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന പുളിയില്ലേ, നമ്മൾ കിട്ടുന്ന കുഴഞ്ഞൊക്കെ ഇരിക്കോ കുരുവൊക്കെ എടുത്തു കളഞ്ഞാ അതിങ്ങനെ 2 തല്ല് ചെല്ലുമ്പോൾ അതിന് ആ തോടങ്ങ് പൊട്ടും. ആ തോടങ്ങ് പൊളിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഞരമ്പില്ലേ അതേ ആ പുളി അങ്ങെടുത്ത് അങ്ങ് മാറ്റി വയ്ക്കണം. ഇത് ഒരു ഗ്ലാസ് വെച്ച് ഉപ്പുവെള്ളത്ത് മുക്കിയിട്ട് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് എന്നാ വലിയ ട്രിക്കാന്ന് നോക്കിയേ. ഇതിനകത്ത് വലിയ ആഹാരം ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. നേരാ ഈ പറയുമ്പോഴേ നമ്മുടെ സലൈവ ഒക്കെ കംപ്ലീറ്റ് സലൈവ ഗ്ലാസ് ഒക്കെ അപ്പോഴേ വരും. വന്നു ഇത്രയും വളച്ചിട്ടുണ്ട. ചെറുനാരങ്ങ 2 മുറിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഞെളിച്ചും കുടിച്ചിട്ടുണ്ട. ഇങ്ങനെ കൂത്തു കഴിഞ്ഞാൽ നേരാ ഈ പറഞ്ഞ ഒത്തിരി നേരം. ഇനിയിപ്പോ കറി വെക്കാനും നിൽക്കണ്ട, ഒന്നും നിൽക്കണ്ട. ഇടുക്കിയിലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കപ്പ കഞ്ഞി ഒക്കെ ആൾക്കാരാ ചോറ് കപ്പ കഞ്ഞിയൊക്കെ ഒരു ദിവസം ഇടുക്കിയിലൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കും. തീർച്ചയായിട്ടും വരാം. ഞാൻ പണ്ട് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു സിനിമയിൽ വരുന്നതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം. മറ്റേ ഈ ഹൈ റേഞ്ച് ആയതുകൊണ്ടില്ലേ ചേട്ടാ എനിക്ക് ഭയങ്കര ഈ ഹെയർ പിൻ കർവ്സ് അല്ലേ ഒത്തിരി, അത് മാത്രമേ ഉള്ളൂ ഹെയർ പിൻ കർവ്സ് അല്ലേ അതല്ല ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന റോഡല്ലേ. അന്നേരം അത് ഇച്ചിരി പാടായിട്ട് തോന്നുന്നത് ചില നേരം. ഇടുക്കി റൂട്ട് എന്റെ തറവാട്ടിലേക്ക് പോകുന്ന വഴിക്ക് 12 ബെൻഡ്. ഈ വളവിനകത്തൂടെ ഒക്കെ പോയിട്ടേ തിരിച്ച് സിനിമയിലോട്ട് ഈ വളവിനകത്തൂടെ എങ്ങനെയാ വന്നേ? അതായത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമ്മുടെ കേരള സാഹചര്യം എന്നിട്ട് മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും എന്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് പിന്നെ ഉദ്യോഗസ്ഥന്മാർ നിന്നാലും ശരി ചിലയൊക്കെ തരികടയൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ ഉണ്ടാവും. അതായത് കൈക്കൂലി കൊടുത്താൽ ജോലി തരും, ആ കൈക്കൂലി കൊടുത്ത ജോലി അങ്ങനെ കിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന തൊഴിൽ കൈക്കൂലി കൊടുത്താൽ കിട്ടുമോ? ഇല്ല, അത് കിട്ടുമല്ലോ. ഇല്ല. നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനം തരുമായിരിക്കും. ഈ അഭിനയം എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടുമോ? കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം ഞാനിത് കൈക്കൂലി കൊടുത്ത് മേടിച്ച
ഇതല്ല അല്ല. അപ്പോൾ എൻ്റെ ആ ചരിത്രം പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു മിമിക്രിക്കാരനായിട്ട് പാട്ട് പാടുന്ന ആളൊക്കെ ആയിരുന്നു. പാട്ടൊക്കെ പാടും, ഡാൻസ്, ഒപ്പന പോലുള്ള ഈ പിള്ളേരുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പുറത്തുനിന്ന് പാടി കൊടുക്കൂലേ, ആ പുറത്ത് അവിടെ പഠിക്കാത്ത ആളാണെങ്കിലും പുറത്തുനിന്ന് പാടാം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ തന്നെ പാടണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ പെങ്ങളുട്ടി അവൾ മരിച്ചു 6 കൊല്ലം മുമ്പ്. അവൾ ഈ ഒപ്പന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ പാട്ടിൽ നിന്ന് അങ്ങനെ പാട്ട് പാടുന്നു. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ പ്ലംബറൊക്കെയാണ്, എനിക്കൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കെൽട്രോൺ റേഡിയോ നന്നാക്കാനായിട്ട് കേരളവർമ്മ കോളേജിലുള്ള പഠിച്ചുകൊണ്ടിരുന്ന രാജൻ ഇടുക്കി എന്ന് പറയുന്ന എൻ്റെ ഒരു ഗുരു വന്ന്, എൻ്റെ ഗുരു അയാൾ ഈ പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ ഈ കലയുടെ. അപ്പോൾ അദ്ദേഹം ആ റേഡിയോ നന്നാക്കാൻ വന്നുള്ള പരിചയം വെച്ചിട്ട് ഞാനത് നന്നാക്കി കൊടുത്തു. ഒരു നോട്ട് 1 കപ്പാസിറ്റർ ഷോർട്ടായിരുന്നു, നേരെ കൊടുത്തൊരു 15 രൂപ വരെ മേടിക്കാം. ഒരു 10-15 പൈസയ്ക്കുള്ളൂ ഈ സാധനത്തിൻ്റെ വില. ഈ പപ്പടം പൊരിച്ച പോലെ ഇരിക്കുന്ന സാധനം റേഡിയോ ഒക്കെ കഴിക്കുമ്പോഴല്ലേ. അപ്പോൾ അത് പോയതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇതിനോട് താല്പര്യമുള്ളൂ. ഈ മിമിക്രിയൊക്കെ എൻ്റെ കാസറ്റും ഒക്കെ ടൈപ്പില്ലേ, ബെഡിലും കിടത്തിയിട്ട് പഠിക്കും. അതൊക്കെ വെച്ച് പണിയുടെ സമയത്ത് ഇങ്ങനെ കിടക്കുന്നത്. ഇയാളുള്ള ഫോട്ടോ ഉള്ള ഒരു കാസറ്റ് അവിടെ നമ്മുടെ അടുത്ത്. അപ്പോൾ വലിയ പരിചയമായി. അങ്ങനെ വെച്ച് റേഡിയോയുടെ പൈസ മേടിക്കാതെ ഇയാൾ പോയി. പിന്നെ നിത്യസന്ദർശകനായി. പുള്ളി എന്നെ മിമിക്രി പഠിപ്പിച്ചു. ലോകത്തിൽ ആദ്യമായിട്ട് മിമിക്രി പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ച ഒരാളും പഠിച്ചെടുത്തത് ഞാനുള്ളൂ. പിന്നെയാണ് നമ്മൾ കൊച്ചിൻ കലാഭവൻ പോലുള്ള അക്കാഡമിയിലൊക്കെ മിമിക്രിക്ക് ക്ലാസ് വന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാലൻ്റുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. ഒരു ചുവ വേണ്ടേ, താളബോധവും കാര്യങ്ങളും ഒക്കെ പാടുന്ന അങ്ങനെയൊക്കെ ഉള്ളിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. അപ്പൊ അതിനകത്തും കുറച്ച് കഴിവ് വേണം. അല്ലാതെ ചുമ്മാ നടന്നു പോണ ഒരാളെ പഠിച്ചു പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പഠിപ്പിച്ചത് ശരിക്കും ആ ഇല്ലേ, ആ ഇ ഉ എന്നുള്ള സാധനങ്ങൾ ഓരോ നടന്മാരുടെ സ്വരമൊക്കെ വെച്ചിട്ട് അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പം അപ്പോൾ ആ വരെ ഇതിൽ പഠിപ്പിച്ചു. അത് ഇച്ചിരി നാസികം കയറ്റിക്കഴിഞ്ഞാൽ അന്നത്തെ പുള്ളി പഠിപ്പിക്കണ ഇപ്പം ആരോ സ്വരം, കുറച്ച് നാസികം കയറ്റിക്കഴിഞ്ഞാൽ മമ്മൂക്കാടെ സ്വരമായിട്ട് അങ്ങനെ 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 അങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ച് സ്കിറ്റും ഒക്കെ പഠിപ്പിച്ചു ഇത് ഹരമായി മാറി. അപ്പോൾ ഞാൻ പാട്ട് പഠിച്ചിട്ട് പാട്ട് ലളിതഗാനം പാടാനായിട്ടും മാപ്പിളപ്പാട്ട് പാടാനായിട്ടും നെഹ്റു യുവ കേന്ദ്രയുടെ പരിപാടി അതിന് പോയിട്ട് എല്ലാ കൊല്ലവും എനിക്ക് മാപ്പിളപ്പാട്ടിനും ലളിതഗാനത്തിനും എനിക്ക് പ്രൈസ് ഉണ്ട്. ആ കുഞ്ഞ് ട്രോഫിയും ഒക്കെ കിട്ടും. 10-25 രൂപ വണ്ടിക്കൂലി ഒരു കവറിലിട്ട് എന്നാൽ അത് മതി. കലാകാരൻ എന്ന് പറയുന്നത് ക്ലബിൻ്റെ പ്രവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കെയർ ഓഫിലാണ് പോകുന്നത്. അപ്പോൾ അവരൊക്കെ 10-25 രൂപ തരും പോകാനായിട്ട്, ഇവിടുന്നും കിട്ടും. അപ്പോൾ അന്ന് ഈ മിമിക്രി പഠിച്ചിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അതിന് പോകണമെങ്കിൽ ഒരു 3-4 മിമിക്രി ഐറ്റംസ് പഠിപ്പിച്ചു തരാം, നീ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ട്. ഈ മൃദംഗം, ഘടം, അതൊക്കെ തനിയാവർത്തനങ്ങളൊക്കെ അല്ലേ, അതിൻ്റെ തനിയാവർത്തനവും കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ ചെയ്യണം അന്ന്. അപ്പോൾ അത് ചെയ്ത് പ്രൈസ് അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മിമിക്രിക്ക് ഫസ്റ്റും മാപ്പിളപ്പാട്ടിനും ഫസ്റ്റ്, ലളിതഗാനത്തിന് സെക്കൻഡ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നമ്മുടെ സാഗർ ഷിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ ഷോയിലൊന്നും ഓർക്കും കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒഴിവിൽ അദ്ദേഹം ട്രൂപ്പിൽ ഒരു എന്തോ പനിയോ എന്തോ പിടിച്ചിട്ട് പുള്ളി ഒരു 2 മാസം വരില്ല എന്ന് പറയുമ്പോൾ ആ ഐറ്റംസ് മൊത്തം ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. കലാഭവൻ റഹ്മാൻ്റെ ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന ട്രൂപ്പാണ്. അപ്പോൾ വന്ന് അതിനകത്ത് വർക്ക് ചെയ്തപ്പോൾ പിന്നെ പുള്ളി ആ ട്രൂപ്പിലേക്ക് വന്നില്ല, ഞാൻ അവിടെ ഇതായി. പിന്നെ എനിക്ക് കലാഭവനിലേക്ക് അബീക്കാടെ കൂടെ 2, പിന്നെ കലാഭവനിൽ 6-7 കൊല്ലം അതിൽ നിൽക്കുമ്പോഴാണ് 8 സുന്ദരികൾ എന്ന് പറയുന്ന സീരിയൽ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം അത് കണ്ട് അങ്ങനെ പതിയെ സിനിമയിൽ ചാൻസ് കിട്ടി. അത് എൻ്റെ ഒരു സുഹൃത്തൊരു സിനിമ പിടിച്ചു, ഒരു കാസറ്റ് കണ്ടുവച്ചാൽ അതിനകത്ത് ചാക്കോ രണ്ടാമത്തെ പടം. ആദ്യത്തെ ഓക്കെ ചാക്കോ കൊച്ചിൻ മുംബൈ തിരാഞ്ഞേട്ട സെൻറ്ററൊക്കെയാണ്. 3ാമതാണ് ഒരു പടമായിട്ട്, എനിക്കൊരു വലിയൊരു പടമായിട്ട് ഒത്തിരി ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു എപ്പോൾ എത്തുമ്പോൾ അങ്ങനെയൊക്കെ ഫോൺ ഇതീമ കൂവായിട്ട് ഇങ്ങനെയായിരുന്നു. വരുമോ, എത്താൻ പറ്റുമോ, അയ്യോ അവിടം വരെ എത്തിയുള്ളെങ്കിൽ തിരിച്ചു നോക്കുന്നു എന്നൊക്കെ പറയുന്ന പടമായിരുന്നു. പറഞ്ഞില്ല അത്രേ ഉള്ളൂ. അതിന് അവിടെയൊക്കെ വന്നുള്ളെങ്കിൽ വിട്ടു പോകും. പക്ഷേ കയ്യൊപ്പം എന്ന് പറയുന്ന മമ്മൂക്കാടെ പടത്തിൽ രഞ്ജിത്ത് ചേട്ടൻ്റെ പടം, ആ പടത്തിനകത്തൊക്കെ എല്ലാം വിളിക്കല് കാര്യങ്ങൾ നമുക്ക് കെയറിങ് ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പടമായേ പടത്തില് കയ്യൊപ്പ് നല്ലൊരു വേഷമായിരുന്നു. ഫിറോസ് ബാബു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കംഫർട്ട് ആയിരുന്നു. അയ്യോ ഞാൻ ഇന്ന് ഞാൻ അരി മേടിക്കുന്ന തന്നെ ഒരു നടൻ്റെ സൗണ്ട് ഇപ്പോൾ പറയണ്ട. അത് ഞാൻ പറയാം, ആനിക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അടിച്ചതാരാടാ നിന്നെ, ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ, അതും ഷൂസിട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയ, വിശ്വനാഥൻ്റെ കൊച്ചി. എനിക്കറിയാൻ പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 സഹോദരിമാരുടെ ഭാരം ചുമല്ലേറ്റുന്ന ഒരുവന്
ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം. വിളിച്ചു പറ നിന്റെ മമ്മയോട്. ഓക്കെ ബെന്നി. ഇങ്ങനെയല്ലായിരുന്നു അങ്ങനെ. നല്ല രസമല്ലേ അത് കേൾക്കാൻ? കാര്യം വെച്ചാൽ ചേട്ടൻ എന്റെ അപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മഴയത്ത് മുമ്പേ. എന്നാലും അത് മറക്കാനേ ഒക്കത്തില്ലേ? ചേട്ടാ ഈ കുഞ്ഞുനാൾ മുതൽ ഇതൊക്കെ ഇഷ്ടമായിരുന്നു ചേട്ടൻ, ഈ കലാപരിപാടികളായിട്ടും? കലാപരിപാടി ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴൊന്നും കലാപരിപാടിക്കൊന്നും പോയിട്ടൊന്നുമില്ല. പോകത്തില്ല. ഞാൻ ആകെപ്പാടെ കലാപരിപാടിക്ക് പോകണ്ടേ. എന്നെ ലൈല എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് തോപ്പിച്ചു കളഞ്ഞു മിമിക്രിക്ക്. പെങ്കൊച്ചാ തോപ്പിച്ചേ. എനിക്ക് മോണോ ആക്ട് എന്താ മിമിക്രി എന്താണെന്ന് തിരിച്ചറിയാൻ പാടാത്ത കാലം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്. മോണോ ആക്ട് മിമിക്രിയും രണ്ടാണ്. ആ പെണ്ണ് മിമിക്രി അവതരിപ്പിച്ചു. മിമിക്രിക്ക് പേര് കൊടുത്തിട്ട് ആ പെൺകുട്ടി മിമിക്രി അവതരിപ്പിച്ചു. അടുത്തതായി ഞാൻ പട്ടി കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബൗ 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 ഇങ്ങനെ കാണിച്ചു. അന്നേരം ബൗ ബൗ ഒക്കെയാ. ഇപ്പം പട്ടിയുടെ കുറെ അങ്ങനെയൊന്നുമല്ലോ. അങ്ങനെയൊക്കെ അൾസേഷനൊക്കെ സ്വരം മാറ്റിയ. പണ്ട് ബൗ 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 മ്യാവ് ഇതൊക്കെ. ഞാൻ മിമിക്രിക്ക് പേര് കൊടുത്തേച്ച് മോണോക്ട് അവതരിപ്പിച്ചു. അപ്പൊ ആൾക്കാർ ചിരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ എഴുതി ഉണ്ടാക്കിയ ഒരു പന്ന സാധനം. ഒന്നിനും കൊള്ളിയല്ല. മത്തങ്ങ കൊണ്ടന്നെ കൊടുത്തില്ല. അതിൻ്റെ അടപ്പ് അതിന് മൂട് തുറന്നിട്ട് അതിനകത്ത് കഞ്ചാവ് പിച്ച് ചെയ്ത് കൊണ്ടുപോയി പോലീസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എന്തോ ഒരു കഥ ഉണ്ടാക്കി. അത് കുറച്ച് പേര് ചിരിച്ചു. പക്ഷേ മാർക്ക് കിട്ടിയത് കുട്ടിക്കായി ലൈല. ഏതാണത്? ഇതാണ് എൻ്റെ പഠിപ്പിലുള്ള കലാജീവിതം. ബാക്കി വന്നത് ദാരിദ്ര്യം കൊണ്ട് വന്നാന്നേ. ദാരിദ്ര്യമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം അന്ന്. 5-8-10 പേര് വീട്ടിൽ. കൂടപ്പിറപ്പുകൾ 5 പിള്ളേർ. പാപ്പാക്ക് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല. ഉമ്മ രാവിലെ പണിക്ക് പോവും. പെങ്ങന്മാർ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും പണിക്ക് പോവും. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും പെങ്ങന്മാർ പണിക്ക് പോവും. അപ്പോൾ ഈ വെള്ളിയാഴ്ച പോണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പോയായിരുന്നെങ്കിൽ തിങ്കളാഴ്ച ചിലപ്പോൾ പിടിക്കുള്ളൂ, മറന്നു പോകും. അപ്പം 5ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളും ഞാനും ചേട്ടൻ പുള്ളിയൊക്കെ കൂടി അങ്ങനെ. അപ്പം അതിനകത്ത് നിന്ന് എങ്ങനെയോ കര കയറി വന്നതായത്, അല്ലാതെ ഒരാൾ പിടിച്ച് കൊണ്ടുവന്നതല്ല. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ഏരിയ വിട്ടിട്ട് ഞങ്ങളുടെ പള്ളിയും മുസ്ലിങ്ങളൊക്കെ താമസിക്കുന്ന വേറെ ഏരിയ 1 കിലോമീറ്റർ ആണ്. അപ്പം ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് കിടന്നല്ല വളർന്നത്. എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ട് ഒരു അമ്പലം, ഒരു കുഞ്ഞമ്പലം. ഇത് നേരെ ഫ്രണ്ട് റോഡിൻ്റെ അപ്പുറത്ത് അമ്പലം, തൊട്ടടുത്തൊരു കുരിശു കൊമേന്തപ്പള്ളി, ഞങ്ങളുടെ പള്ളി. ഇതല്ലേ കുരിശുപള്ളി, വലിയ പള്ളിയുടെ കുരിശുപള്ളി. ആ കുരിശുപള്ളി ഞങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയതാണ്. അവിടെ ഇരിക്കുന്ന രൂപം ഇറ്റലിയിൽ നിന്ന് ഞാൻ കൊണ്ടു കൊടുത്താ. ഞാൻ ആ യേശു ക്രിസ്തുവിൻ്റെ രൂപം കൊണ്ടു കൊടുത്തത്. ആ ക്രിസ്തുവിന് ഒരു ഇതുകൊണ്ട് നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെ കുരിശിലിങ്ങനെ കിടക്കുക. നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് നോക്കുമ്പോഴത്തേനും പതിയെ തല ഉയർത്തിട്ട് നമ്മളെ നോക്കിച്ചിരിക്കും. അല്ല ഫോട്ടോയുടെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അത് ഒരനുഭവം പറയാതെ. അവിടെ ചെന്ന് അച്ഛനോട് അനുവാദം ചോദിച്ച് ഞാനിങ്ങനെ ഇറ്റലിയിൽ പോയപ്പോൾ ഇങ്ങനെ ഇത് മേടിച്ചായിരുന്നു. കുറച്ച് കൊന്തയും ഇതുപോലെ കീ ചെയിനും ഒരു ഫോട്ടോയൊക്കെ കൊണ്ടുവന്നു. അത് ഞാൻ അവിടെ ഫ്രെയിം ചെയ്യണ്ട, ഇവിടെ പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, ഞങ്ങൾ തേക്കിന് വെച്ചോളാം, നല്ല ഭവ്യതയോടുകൂടി ഞാൻ ആ കൊന്തയൊക്കെ കൊടുത്ത് ഒരു ചേട്ടത്തേക്ക് ഒരു കൊന്ത കൊടുത്തു. 19 ഞാൻ മേടിച്ചു. പോപ്പ് മുത്തിയത് ഞാൻ പോയപ്പോൾ ഇപ്പം ഇരിക്കുന്ന പോപ്പിന് തൊട്ടുമ്പോൾ മരണപ്പെട്ടു പോയില്ലേ. ആ പോപ്പ് മരിച്ചിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പോണേ. അപ്പം അങ്ങേര് ചുംബിച്ച ഈ കൊന്ത എല്ലാം കൂടെ കൂട്ടി കുഴച്ചേ. അപ്പം അതിൽ ഇത്തിരി ചെപ്പിനകത്ത് തന്നെ ഒരു 19 മേടിച്ചു. നമ്മളൊക്കെ പോയിട്ട് വന്നല്ലേ. ആ മേടിച്ചു. ഒരു ചേട്ടത്തിയോട് ഒരെണ്ണം കൊടുത്തേച്ച് ആരോടും പറയണ്ട. ചേട്ടത്തി പോയ വഴിക്ക് തന്നെ ഉണ്ടല്ലോ ഒരു പ്രസ് അങ്ങോട്ട് വിലയ്ക്ക് മേടിച്ചു. എന്നിട്ട് നോട്ടീസ് അങ്ങോട്ട് അടിച്ചിറക്കി. ആ ചെറുക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടം പോലെ സാധനം പൊക്കാറുണ്ട്. അതിനെ പറ്റി കുറേ ചേർത്ത് വരുന്നത്. ഞാൻ എല്ലാവർക്കും 1000 നോട്ടീസ് അല്ല, പെണ്ണുങ്ങളെ പേര് 1000 നോട്ടീസ് ഉണ്ട്. ആനി എന്നാന്നറിയാം. ആനി ഇപ്പൊ ആനിയുടെ സുഹൃത്തുക്കായ പെണ്ണിനോട് ഒരു കാര്യം പറയും. എടി അതെന്നാന്നറിയാം, എടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് നീ ഇനി ആരോടും പറയാനും നിൽക്കണ്ട എന്ന് പറഞ്ഞു. ആനി അത് പറഞ്ഞു. ആ പെണ്ണ് ചെന്നേച്ച് എടിയും വന്നേ, ആനി എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, പിന്നെ ഒരു സംഭവം ഉണ്ട്, നീ ആരോടും പറയണ്ട. 10 മിനിറ്റ് കൊണ്ട് 25,000 പേര് അറിയും. കുറ്റം പറയുന്നതല്ല, പണ്ട് എന്നെ പഠിപ്പിച്ച മലയാളം കുട്ടിസാറ് പറഞ്ഞ കഥയിലൂടെ പറഞ്ഞ 1000 നോട്ടീസ് ഏതോ ഒരു സാഹിത്യകാരൻ വർണ്ണിച്ചിരിക്കുന്ന കാച്ചിൽ കൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞൊരു പാഠം പഠിച്ചായിരുന്നു. അത് അതിന്റെ കഥയൊക്കെ പറഞ്ഞപ്പോഴാ അതിശയോക്തിനെ കുറിച്ച്. അതിശയോക്തി ഞാൻ പറയാറുണ്ട്. ഈ ഇടുക്കി വഴി പോയി കഴിയുമ്പോൾ 2 ആനേനെ വഴിക്ക് വെച്ച് കണ്ടു. ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേനും 2 ആന. എനിക്ക് അവിടെ ചെന്ന് കേട്ടോ, എടാ വഴിയിൽ 2 ആന പിന്നോട്ടോ പോരുന്നല്ലേ പറഞ്ഞു. അവിടെ ചെന്നിട്ട് പറയണ എങ്ങനെയാ, വഴി നിറച്ചാലൊരു 10-25 എണ്ണം. അങ്ങനെയുണ്ട് ചേട്ടാ. മനുഷ്യന്റെ മരിച്ച സമയത്ത് ചേട്ടന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോഴും ഉണ്ടല്ലോ പ്രശ്നം, ഇപ്പോഴും ഉണ്ട് മാനസിക പ്രശ്നം.
മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടായി പോലെ കുടുംബമൊക്കെ വല്ലാതെ ആയിപ്പോയില്ല അവനെ. പിന്നെ ചുമ്മാ ആൾക്കാർക്ക് ഈ 2000 രൂപയുടെ മൊബൈലും മേടിച്ചുകൊണ്ട് 2000 രൂപ ഉള്ളു കാർബൺ എന്ന് പറയുന്ന മൊബൈൽ കിട്ടും 2000 രൂപ. എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് കട്ടും പൊട്ടിച്ച് എന്തെങ്കിലും ഇച്ചിരി പൈസ എടുത്ത് ഒരു 25 രൂപയുടെ ചാർജ് ചെയ്യും 3 ദിവസത്തേക്ക്. എന്നിട്ട് മണിയുടെ ഒരു പടവും എൻ്റെ ഒരു പടവും ഇട്ടിച്ച് താങ്ങുമല്ലേ പോയി അത് പോയി അതങ്ങോട്ട് സ്പ്രെഡായി. അവന് വല്ല മുടക്കമുള്ളൂ. വല്ലവൻ്റെയും പൈസ മോട്ടിച്ചെടുത്തു. കാർബൺ അവിടെ നിന്ന് കിടന്നും കിട്ടി. വീഴുമില്ല കുടുംബമില്ല. ഒരു സൈഡിൽ മാറി എന്ന് വെച്ച് ഒറ്റ പോക്ക്. ചേട്ടാ ആ ഒരു കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ആ വിവാദം എങ്ങനെയാ ചേട്ടാ ഫേസ് ചെയ്ത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, തെറ്റ് ചെയ്യാത്തവർക്ക് എങ്ങനെയും തരണം ചെയ്യാം. ആ സത്യവാ. തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ തരണം ചെയ്യുമ്പോഴാണ് പിടിക്കപ്പെടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത നുണയും പറഞ്ഞ് അവിടെ തപ്പി ഇവിടെ തപ്പി ആ നുണ മാറ്റാൻ ഇവിടെ ഒരു നുണ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോയി 7:15 സംസാരിച്ച് 11:15 പിരിയുന്ന വരെ മണിയുമായിട്ടുള്ള കഥയും പറഞ്ഞ് ഞങ്ങളവിടെ സൗകര്യസെല്ലാം നിർത്തി 2 പടത്തിൻ്റെ കാര്യം പറഞ്ഞ് പിരിഞ്ഞു. ഇതാണ് അവിടെ മൊഴി കൊടുത്തേണ്ടത്. അതല്ലേ നടന്നത്. നമ്മുടെ ഭാഗവത. അതിന് ശേഷമോ അതിന് പ്രീവിയസ് ആയിട്ട് എന്ത് നടന്നു ഒന്നും നമുക്കറിയേണ്ട ആവശ്യം നമ്മൾ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഇത് തെളിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും മക്കളെ ഞങ്ങൾക്ക് വല്ലാതെ ഇല്ലേ. ഇത് കറക്റ്റായിട്ട് ഇത് തെളിയണ്ടേ. സ്വാഭാവിക മരണമാണെന്നോ ആത്മഹത്യയാണെന്നോ അതൊരിക്കലും നടക്കില്ല. ഒരിക്കലും. അയാള് ജീവിക്കാവുന്നതിന്റെ പരമാവധി അവള് ജീവിച്ചേനെ. പിന്നെ മണിയുടെ മരണത്തിൽ സിനിമാക്കാർക്കും നഷ്ടമില്ല. അത് മണിയല്ലേ വേറൊരു മണിയുടെ അവരവന്റെ ആൾക്കാർക്കും അല്ല. അതൊന്നുമല്ല മോനെ. പോയത് ആർക്കെന്ന് വെച്ചാൽ ആരും വേണ്ടാതെ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. ആർക്കും വേണ്ട, മക്കൾക്ക് വേണ്ട, സ്വന്തക്കാർക്കും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയുള്ള ഞാൻ കാണിച്ചു തരാം പലരും. അങ്ങനെ കിട്ടുന്ന ആൾക്കാരെ അയാൾ തപ്പിപ്പിടിച്ച് എൻ്റെ കണ്ണിനുള്ള ഇങ്ങനെ മൂക്കൊക്കെ പിള്ളേരെ പിഴിഞ്ഞിട്ടേ ഇങ്ങനെ പിഴിഞ്ഞേച്ച് അയ്യോ ചേട്ടാ അതിന് ഈ വയ്യാതെയുള്ള പിള്ളേരില്ല ഇങ്ങനെ അത് വന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞേച്ചതൊക്കെ തൂത്തിട്ട് അയ്യോ ഇതിൻ്റെ മുഖം തുടച്ചോളാ കളഞ്ഞിട്ട് അയാൾക്കടെ മേത്ത് തന്നെ വെച്ച് തേച്ച് അതിനെ കുളിപ്പിച്ച് അതിൻ്റെ ഭക്ഷണം മേടിച്ചു കൊടുത്ത് നല്ല മനസ്സുള്ള മനുഷ്യൻ. അത് നല്ല മനസ്സുള്ളവർക്ക് ഇവിടെ ചാൻസ് ഇല്ലെന്നേ. എന്തായാലും ഞാനൊന്ന് ആഹാരം വിളമ്പട്ടെ. പത്തിരി വേറൊരു കാര്യമുണ്ടോ ഞാൻ എൻ്റെ ഈ കോമ്പിനേഷനെ ഈ സംഭവം ഞാൻ പത്തിരി മീൻകറിയും ഞാൻ ആദ്യമായിട്ടാ. ഇതൊരു സ്പെഷ്യലാ. ഞങ്ങൾ പത്തിരി ഇറച്ചിയവാ ചെയ്യുന്നേ. ഇതിന് ശരിക്കും നെയ്പത്തിരി കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സാധാ പത്തിരി. ശരിക്കും പറഞ്ഞാൽ ഈ പത്തിരിക്ക് ഇറച്ചിക്കറി ആ സ്വാദ്. എന്നാലും ചേട്ടൻ ഒന്ന് കഴിച്ചു നോക്കി. ഒന്ന് കഴിയേക്കാം. ആ പിന്നെ എന്നാ കഴിക്കൂ. പിന്നെ എന്നാ അല്ല ആനി കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ എനിക്ക് ചേട്ടൻ ആ ഇടുക്കിന്ന് എന്നേലും സ്പെഷ്യൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാനൊന്ന്. അല്ല ഞാൻ പറയണ ഞാൻ ആനി പറഞ്ഞ കേട്ടോ ആനി കഴിക്കുന്നില്ലേ? ഇല്ല ചേട്ടൻ കഴിച്ചു നോക്കിയിട്ട് അങ്ങനെയല്ല അതിലൊരു കഥയുണ്ട്. അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ചേട്ടൻ ധൈര്യമായിട്ട് കഴിച്ചോ. അതായത് കലാഭവനിലെ കൊച്ചിൻ കലാഭവനിലെ അച്ഛനെ പരിചയമുണ്ടോ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. ആബേൽ ഫാദർ പ്രചോദേട്ടൻ വന്നപ്പോ പറഞ്ഞായിരുന്നു വിശേഷമൊക്കെ. അതും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമായിരുന്നു. അങ്ങനെ യേശുദാസും ഒക്കെ ആയിട്ട് ദാസേട്ടനൊക്കെ ആയിട്ട് വലിയ അങ്ങനെ ദാസേട്ടനല്ല കലാഭവൻ എന്ന് പേരിട്ടെ. പുള്ളി കലാഭവനം എന്നങ്ങാണ്ടായിട്ടെ, കലാസദനോ കലാഭവനോ എന്നങ്ങാണ്ട് ആബേലച്ചനിട്ടെ. അപ്പൊ ഒരു ആദ്യത്തെ ഒരു തീറ്റ ഇച്ചിരി എടുത്ത് വെച്ചാൽ ആ ടേസ്റ്റാ. പിന്നെ ഇടയ്ക്ക് തിന്ന് വെച്ച് ടേസ്റ്റ് പറയാൻ ഉള്ളു. ആദ്യത്തെ ടേസ്റ്റ് അത് കഴിഞ്ഞ് വെച്ച് കഥ കേട്ടോ. പിന്നെ പത്തിരി ഇടുക്കി നെമ്മീന ഈ തിന്നു വെച്ചിട്ട് കുറച്ച് തിന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ? ഒന്നും ഞാൻ കാണിക്കില്ല, ഒന്നും നമ്മൾ പറയാനല്ല. ഈ ഉണ്ടാക്കി മീൻകറി, പത്തിരി, ഈ പ്ലേറ്റ്, ഈ സെറ്റപ്പ് മൊത്തം അടിപൊളിയായി. അടിപൊളിയാ. നല്ല ഉഗ്രം മീൻകറി, നല്ല മീൻകറിയാ. പക്ഷെ ഇത് ഞങ്ങളുടെ ടേസ്റ്റ് അല്ല, ഇത് വേറെ. ഈ കറിയുടെ ഒരു നല്ല വൃത്തിയുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല കറിയാ. ഞാൻ മറ്റേ കഥ പറഞ്ഞല്ലോ, ചേട്ടൻ കഴിക്കാം. ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാന്ന് പറഞ്ഞതിന്റെ ഒരു കഥ പറയാം. അപ്പൊ ആരാച്ചനെന്നും ഇങ്ങനെ ഇറങ്ങി കലാഭവന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കും. അപ്പം കലാഭവൻ ഒരു ഇത് ഇപ്പുറത്തും കലാഭവൻ നടുക്കൂടെ അവിടെ ഒരു വീടുള്ളതിനകത്തേക്ക് ഒരു റോഡുണ്ട്. കലാഭവന്റെയാണ് അവരുടെയൊക്കെ കൂടി ആ ഭാഗത്ത്. അപ്പൊ ചോദിക്കുക ആന ചേട്ടൻ കലാഭവൻ ജാഫർ എന്ന് പേരിടാൻ ഞാൻ ചോദിച്ചു. കലാഭവൻ എന്ന് പേര് കിട്ടിയ ആൾക്കാരുണ്ട്. കലാഭവൻ റഹ്മാൻ ആദ്യം റഹ്മാൻ കലാഭവൻ കൂട്ടിയിട്ട് കലാഭവൻ കൂട്ടി. പക്ഷെ അത് അടിച്ച് തകർത്ത് വന്നത് കലാഭവൻ മണി അല്ലേ? കലാഭവൻ കറക്റ്റ് കിട്ടിയ കലാഭവൻ അൻസാർക്കൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ വേറെ തട്ടുകളാണെങ്കിലും പക്ഷെ ഈ കലാഭവൻ
അപ്പം എന്നോടൊരാൾ ചോദിച്ചു അത് ജാഫർ ഇടുക്കി എന്നിട്ട് നാട് കൂട്ടിയിട്ടുള്ള നാട് കലാഭവനെ ഉറക്കിയതല്ലോ അപ്പോൾ കലാഭവൻ ഇടാൻ പാടില്ലാണോ ഇല്ല കേട്ടോ ഞാൻ കലാഭവൻ ഇട്ടില്ല അത് ആ കലാഭവൻ്റെ ഇടയ്ക്കൂടെ വഴിക്കൂടെ അപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് പാല് കൊണ്ട് കൊടുക്കുന്ന ചേട്ടനോട് ഞാൻ ഒരു ദിവസം പേര് ചോദിച്ചു കലാഭവൻ രവിന്ന് കലാഭവൻ്റെ നടുക്കൂടെ പാല് കൊണ്ടുപോവുക പേര് ചോദിച്ചാൽ പോലെ എൻ്റെ പേര് എന്താ പേര് കലാഭവൻ രവി എൻ്റെ പേര് പാലും കയ്യിരിപ്പുണ്ട് അപ്പോൾ കണ്ടവർ എല്ലാ പേര് ചോദിച്ചാൽ എനിക്കൊരു ഇത് വേണ്ട അപ്പം ഞാൻ ഇടുക്കി ജാഫർ ഇടുക്കി എന്ന് കേട്ടു അതുകൊണ്ട് എൻ്റെ നാട് ഞാൻ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എനിക്ക് 10 പ്രാവശ്യം പറയാൻ പറ്റും അപ്പം അച്ഛൻ പറഞ്ഞു എന്നെ പലരും കല്ലെടുത്തെറിഞ്ഞു അച്ഛനെ മൂക്കെ പിടിക്കുന്ന ഇങ്ങനെ പറയുള്ളൂ എന്നെ പലരും എൻ്റെ യാത്രക്കിടയിൽ എന്നെ പലരും കല്ല് പിറക്കി എറിഞ്ഞു ഞാൻ ആ കല്ലെടുത്തവരെ തിരിച്ചറിഞ്ഞില്ല ഞാൻ ആ കല്ല് പിറക്കി കൂട്ടി പാവപ്പെട്ട കലാകാരന്മാർക്കൊരു കലാഭവനം ഉണ്ടാക്കി കൊടുത്തു ആ നല്ലൊരു വാക്കല്ലേ അത് ആ എറിഞ്ഞ കല്ലല്ല അയാളൊക്കെ ഇവിടെ കൊണ്ടു ആ കല്ലെടുത്തിട്ട് തിരിച്ചറിയല്ലേ അത് പറക്കി കൂട്ടി കലാഭവൻ പണിതു അവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്കെല്ലാം അവിടെ കലാഭവൻ ഉത്തരവാദിത്തമുള്ള അല്ലാതെ ഒരാൾക്കും എഴുതി കൊടുത്തില്ല പുള്ളി അതാണ് അങ്ങനെ അതാണ് ദൈവം ജീവിച്ചിരുന്ന ദൈവം എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മുറ്റത്തൂടെ വല്ലാത്തിയപ്പോൾ എന്തോ ഒരു പരിപ്പ് ഒരു സാധനം അങ്ങനെ ചെറിയൊരു 2 ഇല പോലെ മുളച്ചിങ് വന്ന് നിൽക്കുക കുഞ്ഞത് നമ്മുടെ വീടിനൊക്കെ പരിചയമ്പോൾ ചെറിയ മുളയ്ക്കുക കുഞ്ഞ് കണ്ണി കഴിക്കാനില്ല അത് കണ്ടുപിടിച്ചു പുള്ളി അപ്പം ജിൻഡോ അച്ഛൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ മണിയുടെ പരിപാടിയൊക്കെ നടത്തുന്നവനാ ജിൻഡോ കലാഭവൻ അപ്പോൾ അവൻ അച്ഛൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ജിൻഡോയെ വിളിച്ചു നേരെ അച്ഛൻ വിളിച്ചു ജിൻഡോ ഇറങ്ങി വന്നു കലാഭവൻ്റെ ഫ്രണ്ടിൽ ഒരു വൃക്ഷം വളരുന്നുണ്ട് അതിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞു കലാഭവൻ്റെ ഫ്രണ്ടിൽ സ്ലാബിൻ്റെ ഇടയ്ക്കുന്നേ സ്ലാബ് ഇട്ടക്കുമല്ലേ റോഡിലോ അവിടുന്ന് കുഞ്ഞ സാധനം കലാഭവൻ്റെ ഫ്രണ്ടിൽ ഒരു വൃക്ഷം വളരുന്നുണ്ട് അതിനെ സംരക്ഷിക്കൂ അപ്പോൾ ഇവൻ നിന്നാച്ച് ഏതാ നോക്കിയപ്പം അതാ കാണിച്ചപ്പോൾ ആ അപ്പോൾ നോക്കി അച്ഛനൊക്കെ പോയപ്പം എൻ്റെ അച്ഛാ അതായത് എന്നതാണ് 10,000-3,500 പിള്ളേർ വന്നല്ലേ അക്കാഡമിയല്ലേ കലാഭവൻ അക്കാഡമി ശനിയും ഞായറും 3,500 പിള്ളേർ കയറി ഇറങ്ങുന്നുണ്ട് അവിടെ അതിൻ്റെ ഇടയ്ക്കായി തൈ മുളച്ചേക്കണം ചവിട്ടിക്കളയായിരുന്നു ഇവൻ 2 കുഞ്ഞ് കല്ലൊക്കെ പറക്കി വെച്ച് 2 കമ്പൊക്കെ വെച്ചിട്ട് ഇവിടെ ചവിട്ടരുതെന്നൊക്കെ എഴുതി വെച്ചു ചവിട്ടരുത് പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ കലാഭവൻ്റെ ഫ്രണ്ടിൽ വളരുന്ന വൃക്ഷം വളരാൻ തുടങ്ങി എന്ന് പറഞ്ഞു ഇത്രേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത്രേ എന്നും എൽസി ചേച്ചി അങ്ങനത്തുള്ള സ്റ്റാഫ്സുകളുണ്ട് അതുകൊണ്ട് കലാഭവൻ്റെ ഫ്രണ്ടിൽ വളരുന്ന എല്ലാ വൃക്ഷം പൂത്തു ഇത്രയും വലിയ ഇതായി ശിഖരമൊക്കെ വെച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കാച്ചു ഇത്ര കഴിഞ്ഞപ്പോൾ പഴുത്തു അച്ഛൻ വന്ന് നോക്കി 4-5 എണ്ണം കൂടി പറിച്ചു 4-5 എണ്ണം പറിച്ചാൽ അച്ഛൻ്റെ റൂമിൽ പോയിട്ട് ഈ കണ്ടകാരി എന്നേ കണ്ടാരി എന്ന് പറയുന്ന സ്ഥലം കണ്ടകാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയുള്ള ബോൾ പോലെ കിടക്കണേ അതങ്ങണ്ടായിരുന്നു അതേപോലെ ഇത് പൊളിച്ചത് മേൽത്തൊലി പൊളിച്ചാൽ ഇപ്പം വെളുത്ത തൊലിയായി അപ്പം അതേൽ കിടക്കുന്നത് ഇവര് സ്റ്റാഫുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചുമന്ന് കിടക്കുന്നത് അപ്പം അത് പറിച്ചോണ്ട് കൊടുത്തു എന്ന് പറയില്ലേ അപ്പം ഇത് വെളുപ്പിച്ചോണ്ട് പോയി ഇതിൻ്റെ മോളങ്ങ് പൊളിച്ചു ദർശിക്കുക അന്വേഷിക്കുക ഇത് ശോഭിക്കുക ഇത് പ്രസാദിന് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം അച്ഛൻ്റെ കയ്യിൽ അങ്ങ് പോയി തിന്നോ തിന്നു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ട് നിങ്ങൾ ആ പഴം കഴിച്ചോ ആ കഴിച്ചു വെച്ചോ എന്തായാലും തലവേദന വല്ലതും തോന്നുന്നുണ്ടോ ഇല്ല ചോ വയറ്റിന് വല്ല കംപ്ലൈൻറ്റും ഇല്ല എന്തായാലും വിളക്കം പോലെ ഒന്നുമില്ല ആ അപ്പോൾ കലാഭവൻ്റെ ഫ്രണ്ടിൽ വളരുന്ന ചെടി വിഷച്ചെടി അല്ലാതെ മനസ്സിലായില്ല അതുപോലെ ഇത് ചേട്ടനാദ്യം തിന്നെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത കരക്കാരെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു തലകറക്കുവാണെങ്കിൽ അച്ഛനുണ്ടല്ലോ പുതിയ പ്രോജക്റ്റ് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞൊരു പടം കണ്ടായിരുന്നു കണ്ടോ മഹേഷിന്റെ പ്രതികാരം നല്ലൊരു ഡിഫറെന്റ് ക്യാരക്ടർ ഇപ്പൊ 2-3 പടം ചെയ്തു വെച്ചിട്ടുണ്ട് ഷാജോനെ അറിയാം കലാഭവൻ ഷാജോൺ നായകനാകുന്ന പരീത് ഭണ്ഡാരി എന്ന് പറയുന്ന ഒരു അവാർഡ് ടൈപ്പ് പടം അതിപ്പോൾ ഇറങ്ങാൻ പോവാ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന പടം ഒന്ന് മൈസൂർ 150 കിലോമീറ്റർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ആരോഗ്യം അതുകൂടാതെ കിണർ എന്ന് പറയുന്ന
ഒരു പടം, മമ്മി സെഞ്ചുറിയാണ് അതിൻ്റെ ഡയറക്ഷനും പ്രൊഡ്യൂസറും ഒക്കെ. അത് ടിനി ടോം അതിനകത്ത് നായിരുന്നു.